നമ്മളിപ്പോൾ മടിക്കേരി കഴിഞ്ഞ് ഇപ്പം ഏകദേശം സുള്ളിയ പോകുന്ന റൂട്ടാണ്. നല്ല മഴയാണ് ഈ ലൊക്കേഷനിൽ. പക്ഷെ അതേപോലെ തന്നെ സ്ഥലങ്ങൾ കാണാനും നല്ല അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ നേരെ കാണുകയാണെങ്കിൽ കാണാം, നല്ല മഴക്കാർ കോടമഞ്ഞൊക്കെ പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ആഹാ, എന്താ രസം ഉണ്ടോ. നേരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ മെയിനായിട്ട് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരങ്ങൾ ഉള്ള റൂട്ടാണ്. ചുരങ്ങളല്ല, അത് ചുരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് കേവ്സ് ഒക്കെ ഉള്ള ഒരു റൂട്ടായി കാരണം കുറച്ച് ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിൽ മഴ, പിന്നെ ഈ ഒരു നല്ലൊരു ഗ്രീനറി കാരണം കുറേ പേര് വണ്ടി നിർത്തി ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ വണ്ടി ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ച് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമില്ല. മഴ നമ്മുടെ മീറ്റിംഗ് പണി തരും എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ എന്തായാലും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴ ഏകദേശം ഒരു അല്ലേ മഴക്കാരുണ്ട്, പക്ഷെ എന്നാലും റോഡ് നല്ല ഒരു നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ ബാംഗ്ലൂർ ലൊക്കേഷൻ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണും, നാട്ടിലെ നമ്മൾ ഹൈവേ വിട്ട് നമ്മൾ ഒരു ഉൾപ്രദേശങ്ങളിൽ നമ്മൾ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന റോഡുകൾ അല്ലേ. തെങ്ങും ഓടിട്ട വീട്, തെങ്ങ്, അപ്പുറത്തും പച്ചപ്പുകൾ, നല്ലൊരു സെയിം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്നുള്ളത് പോലും നമ്മൾ ചിലപ്പോ ചിന്തിച്ചു പോകും. അങ്ങനത്തെ ഒരു റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ ഇതേ ബാരിക്കേഡ്, എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റ് ആണെന്ന്. ചെക്ക് പോസ്റ്റ് കറക്റ്റ്. നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ കോൾ. അപ്പൊ ഇവിടെ വെൽക്കം ടു ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട്. അപ്പൊ നമ്മള് ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇനി മാംഗ്ലൂർ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ്. വെയില് നല്ലപോലെ ഉദിച്ച് വരുന്നുണ്ട്, നല്ല വെയിലായിട്ട് വരുന്നുണ്ട്. കാണാനും നല്ലൊരു രസമാണ് അല്ലേ. മഴക്കാരും വെയിലും അപ്പുറത്ത് പച്ചപ്പും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ഭംഗി എന്ന് പറയാം. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഫീലാണ്. പക്ഷെ വീഡിയോയിലുള്ളതിനേക്കാളും ഭംഗിയാണ്. വീഡിയോയിലുള്ളത് നേരിട്ട് കാണുമ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ട്. വീഡിയോനെക്കാട്ടിലും കൂടുതൽ ഭംഗി നേരിട്ട് കാണുമ്പോഴാണ്. കഴിഞ്ഞ തവണ ഞങ്ങള് ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഫുഡ് സ്വിഗ്ഗി വഴി ഞങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ തനിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ മറ്റേ എനിക്ക് നല്ല ചോറും സാമ്പാറും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തപ്പി കണ്ടുപിടിച്ചു തന്നതാണ് കൈർലി റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു അത് അങ്ങോട്ട് നമ്മള് സുള്ളി എത്തിയിട്ടുണ്ട്. അപ്പൊ നന്ദിത തപ്പി പിടിച്ച് ഞങ്ങള് പ്ലാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോയി കഴിക്കാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മഴ എന്തുകൊണ്ടായിരുന്നല്ലേ, മഴ എന്തുകൊണ്ടായ കാരണം പിന്നെ ഞങ്ങക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് കുറെ കോളുകളും കാര്യങ്ങളൊക്കെ ലൈനപ്പായി. അപ്പൊ അത് ഞങ്ങള് സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തു. പിന്നെ നന്ദിത എന്തോ ഓർഡർ ചെയ്തു, ജ്യൂസോ? ഞാൻ ബിരിയാണി എന്തോ പറഞ്ഞു. കറക്റ്റ്, ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഞാൻ നല്ല വെജ് മീൽസ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി നോർമൽ ആയിട്ടുള്ള വല്ല മീൽസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ വന്നപ്പോഴേക്കും ആ ഒരു ഫ്ലേവർ അടിച്ചപ്പോഴുണ്ടല്ലോ, അയ്യോ എന്റെ അമ്മ, വീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന അതേ സാമ്പാറ്, അതേ തോരൻ, ഇതൊക്കെ ആ ഒരു ഫ്ലേവർ എനിക്ക് വന്നു. അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഐ വാസ് ഫുൾ ഹാപ്പി. അതായത് ഏകദേശം നമ്മൾ ഒരു 5-6 ദിവസം നമ്മള് സാധാരണ പുറത്തുനിന്നുള്ള ബർഗറും കിർഗറും ഇതൊക്കെ കഴിച്ച് വയറൊക്കെ ഒരു പരിവായി എടുക്കായിരുന്നു. പിന്നെ ഈ ചോറ് കഴിച്ചപ്പോ സമാധാനായി എനിക്ക്. എത്ര ഹാപ്പിനെസ്. അപ്പൊ ഇന്ന് നമുക്ക് എന്തായാലും കൈർലി റെസ്റ്റോറന്റ് 3 hours and 45 minutes. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് കൈർലി റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കണം. ഹോട്ടലിലേക്ക് പോണ വഴിക്ക് തന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദയ്ക്ക് റെയിൻ കോട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയപ്പോ സാധാരണ റെയിൻ കോട്ടല്ലേ, ഈ മറ്റേ കളറുകളുള്ള റെയിൻ കോട്ടില്ലേ, മഞ്ഞ, പച്ച, ചുവപ്പ്, തത്തമ്പ പച്ച, അങ്ങനത്തെ റെയിൻ കോട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയി വാങ്ങിച്ചോ, ഓടിക്കോ. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്.
എന്തായാലും നമുക്കും പോയി നോക്കാം. വേണേ തുറന്നു നോക്കിക്കോ. നോക്കണ്ടോ? സംഭവം കൊള്ളാം. ಇಲ್ಲ ಪರವಾಗಿಲ್ಲ. കൊള്ളാം. ഇത് ഓൺ റോഡ് തന്നെയാണ്. 120. അതല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത് 120 100 വിചാരിച്ചേ. എന്തായാലും കൊറേ ഇതുണ്ട്. നമുക്ക് തുറക്കണോ? ആ കഴിഞ്ഞാ? ഇനി പോവാം. ഇനി വല്ലതുണ്ടോ? 2 റെയിൻകോട്ട് വാങ്ങിച്ചു. എത്രയായി? 240. ഒരു റെയിൻകോട്ടിന് 120. 100 രൂപയുടെ സാധനമാണ്. ബാർഗെയിൻ ചെയ്യണം. പിന്നല്ലാതെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിട്ട് ഞാൻ പ്രൊഫഷണൽ ലെവൽ ബാർഗനിങ് ആണ് ചെയ്യുക. ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ബാർഗനിങ് ചെയ്തിട്ടൊരു കാര്യമില്ല. ഇവര് ജീവിക്കാൻ വേണ്ടിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ബാർഗൻ ചെയ്യാം. നിങ്ങൾ വലിയ വലിയ സാധനങ്ങൾ വാങ്ങിക്കില്ല, അവരുടെ അടുത്ത് ചെന്ന് ബാർഗൻ ചെയ്യണ്ടോ? ഇപ്പൊ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് സാധനം കോസ്മെറ്റിക്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഏതത്? നൈക്കെന്ന് കോസ്മെറ്റിക്സ് വാങ്ങിച്ചു. അവിടെ നിന്ന് ബാർഗൻ ചെയ്തു. എത്ര ഉണ്ടായിരുന്നു? എന്താണ് ഡിസ്കൗണ്ട്? 100 രൂപയുടെ പ്രൊഡക്റ്റിന് 120 ഇട്ടിട്ട് 20 ഇത് ഡിസ്കൗണ്ട് എന്ന് പറയല്. അതാണ് സംഭവം. മനസ്സിലായോ? അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പൊ ഇവിടെ ഒന്നും ബാർഗൻ ചെയ്യരുത്. ആ അതാണ്. അങ്ങനെ വേണം നമ്മള്. വെറുതെ പറഞ്ഞ അല്ല, പക്ഷെ ഉള്ള കാര്യമാണ്. നമ്മള് ഈ വഴിയോരത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ബാർഗൻ ചെയ്യാതെ ഇരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ പരമാവധി ഒട്ടുമിക്ക ആൾക്കാർ വലിയ വലിയ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അവിടെ നിന്ന് ചെന്ന് നമ്മൾ ഒരു അക്ഷരം നമ്മൾ ബാർഗൻ ചെയ്യാറില്ല. ഈ വഴിയോരത്ത് ഇങ്ങനെ എന്തെങ്കിലും പച്ചക്കറി അല്ല, എന്താ പറയാ, ഈ നമ്മൾ സിഗ്നലിലൊക്കെ വണ്ടികൾ നിർത്തുമ്പോൾ ആരെങ്കിലും പേരയ്ക്ക് കൊണ്ടുവന്ന് തരും. അപ്പൊ അവര് പറഞ്ഞു 100 രൂപയ്ക്ക് 5 എണ്ണം. നമ്മൾ 100 രൂപ ഒന്നില്ല 50 രൂപയ്ക്ക് 5 എണ്ണം എന്ന് പറഞ്ഞ് ബാർഗൻ ചെയ്യും. പക്ഷെ ഇതേ സമയം ഇവര് സൂപ്പർ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് 3 എണ്ണം വാങ്ങിച്ചിട്ട് മാറി വരും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ വഴിയോരത്ത് കാണുന്ന ആൾക്കാരെ ബാർഗൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം അവരുടെ ആ ചെറിയൊരു പൈസ കൊണ്ടായിരിക്കും അവരുടെ കുടുംബം മുന്നോട്ട്. അത് നമ്മളൊക്കെ ഒരേ ചിന്താഗതിയിൽ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. കാരണം എന്താ പറയുക, അവർക്ക് ആ 100 രൂപ കൊണ്ട് ചിലപ്പോൾ അവരുടെ കുടുംബം അന്നത്തെ ഒരു ഭക്ഷണം അവർക്ക് നോക്കാൻ പറ്റും. പക്ഷെ നമ്മള് വലിയ വലിയ കടകൾക്ക് അങ്ങനെയല്ല. അവിടെ എന്തെങ്കിലും ബാർഗൻ ചെയ്യണ്ടോ? ഇല്ലല്ലോ. ഈ വഴിയോരത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും വല്ല ടീഷർട്ടോ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബാർഗൻ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാര് റോഡിൽ പതുക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് പോകുന്നിട്ട് നമുക്ക് വഴിയിട്ട് തരൂല്ല. മൊബൈൽ വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് അങ്ങനത്തെ എന്താ ചെയ്യ. എല്ലായിടത്തും മരം വെട്ടിയിട്ടുണ്ടല്ലേ. മഴ ആയതുകൊണ്ടാണോ അതോ ഇത് ഇപ്പൊ നമ്മൾ എത്രാമത്തെ മരം വെട്ടിയത് കണ്ടിട്ടുള്ളൂ? 4ാമത്തെ. ചിലപ്പോ അതിന്റെ മേലെ വീഴണ്ടോന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് ഏറ്റവും വലിയ ഡേഞ്ചർ പണിയത് ഈ ഓട്ടോന്റെ മേലെ അത് പോണത്. കാരണം എന്താ പറയാ, ഈ സാധനം കണ്ടില്ലേ, അത് ഹമ്പ് ചാടിയപ്പോ അത് എന്തുണ്ടായിരുന്നു? അത് വല്ല ബൈക്കുകാരങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ ഓട്ടോയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഫ്ലൈ ഓവറിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവും തോന്നുന്നു എനിക്ക്.
കുണ്ടും കുഴിയും ഈശ്വര പാൽപ്പായസം പോലെ ഉണ്ട്. ഒന്നാമത് പുറം നല്ല വേദനയായിട്ട് കൊടുക്കുക, അതിൻ്റെ ഇടയിൽ അമ്മേ. ആന്ധ്രാപ്രദേശ് ടൂറിസം ബസ്. തിരുപ്പതി പാക്കേജാ. മസ്കറ്റിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഒരു റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ അവര് ടെമ്പററി ആയിട്ട് വേറൊരു റോഡ് പണിയും, വേഗം തന്നെ പണിയും. അത് നല്ല റോഡായിരിക്കും, ഈ ടെമ്പററി റോഡ് തന്നെ. ടെമ്പററി റോഡ് എന്ന് പറഞ്ഞത് അതായത് ഇപ്പൊ അതിന്റെ സർവീസ് റോഡായിട്ടാണോ? ഓക്കെ. അതിന് പകരം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റോഡ് ഉണ്ടെങ്കിൽ സർവീസ് റോഡും കൂടി ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും. എന്നിട്ട് നമ്മളോട് വേറെ വല്ല റൂട്ടേ കൂടെ പോയിട്ട് വരാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മള് സ്ഥലമെത്തി. ഇനി 2 മിനിറ്റ് കൊണ്ടും കൂടി നമ്മുടെ ഹോട്ടലെത്തും. അപ്പം നമ്മള് അവസാനം എത്തി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേരാണ് പാപ്പിലോൺ പാലസ്. അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തില്ലെങ്കിലേ ഇവന്മാര് ഡോറ് തുറക്കുമ്പോൾ നമുക്ക് പണിയാണ്. കഴിഞ്ഞ തവണ ഞങ്ങള് ഇവിടെ തന്നെ വന്ന് താമസിച്ചു, പക്ഷെ കുഴപ്പമില്ല, റൂമുകളൊക്കെ നന്നായിരുന്നു. അവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമില്ല. അത് ഒന്നില്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകണം, അല്ലെങ്കിൽ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യണം. അത് ആ ഒരൊറ്റൊരു പ്രോബ്ലം മാത്രമാണ് എനിക്കിവിടെ ഒരു കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് വേറൊരു കുഴപ്പം ഇവിടെ ഈ ഒരു ഹോട്ടലിൽ ഇല്ല. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യട്ടെ. ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി. അങ്ങനെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പോൾ റൂം കീസൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിലേക്ക് പോവുക. കോളിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, നാളത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, ഫുഡ് ഓർഡർ ചെയ്യാം. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ തവണ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു അല്ലേ? ഒരാൾ വിശന്ന് ഇരിക്കുക അല്ലേ? കയറിക്കാം, വെയിറ്റ് ചെയ്യട്ടാ. ഏതോ റൂമോ? കുഴപ്പമില്ല, ഏതെങ്കിലും കയറിക്കോ. അതിൽ കയറിക്കോ. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. കൊള്ളാം, റൂം എന്തായാലും നന്നായിട്ടുണ്ട്. എന്താ അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു, ഇപ്പോൾ 3rd ഫ്ലോറാണ്. എന്തായാലും അപ്പം ഇനി ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്ത് ഭക്ഷണം എന്തായാലും ഒന്ന് ഓർഡർ ചെയ്യണം. ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പണി ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനൊന്ന് ഫ്രഷ് അപ്പ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വേഗത കാണാം. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മൊബൈലിനൊരു ചെറിയ പ്രശ്നം പറ്റി. മൊബൈലിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു, പിന്നെ മൊബൈലിൻ്റെ ബാക്കപ്പിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സർവീസ് സെൻറ്ററിലേക്കൊക്കെ കൊണ്ടുപോയി ശരിയാക്കി. പിന്നെ അതുകൂടാതെ പുറം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കാലത്ത് നേരത്തെ ഇറങ്ങിയ കാരണം നല്ല ടയേർഡായിരുന്നു. നന്ദിത നേരത്തെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡ് ജസ്റ്റ് ഒരു ദോശ പിന്നെ ഒരു കേർഡ് റൈസ് പറഞ്ഞു. ഇനിയിപ്പോൾ അതേ ഫുഡ് വന്നിട്ടുണ്ട്, അപ്പോൾ ഫുഡൊന്ന് കഴിക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. സെറ്റ് ദോശയുണ്ട്, പിന്നെ ഇതെന്താ ചമ്മന്തിയാണ്. ഞാൻ സെറ്റ് ദോശയ്ക്ക് കുർമ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുർമ എല്ലാവരും തന്നത് മറ്റേ സാഗു, അതായത് ഉരുളക്കിഴങ്ങ് കറി, അതാണ്. പിന്നെ അച്ചാറുണ്ട് ഇതിൽ, നല്ല അച്ചാറാ തോന്നുന്നുണ്ട്. പൊളി അടിപൊളി അച്ചാറ്. ഇത് കണ്ടിട്ടെല്ലാം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പൊതുവേ വിചാരിച്ചു ഈ സമയമാകുമ്പോൾ ലേറ്റ് ആകുമ്പോൾ ചട്നി കേടാവുമോ എന്നുള്ളത് പേടിച്ചിട്ടുണ്ട്, പക്ഷെ ചട്നി കേടായിട്ടില്ല. ഉരുളക്കിഴങ്ങ് കറിയൊരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ചട്നി കൂട്ടി കഴിക്കാനാണ് സദ്ദോശ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചട്നി ഫാന്റാസ്റ്റിക്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇത് കേർഡ് റൈസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കേർഡ് റൈസ് കൂട്ടി ഒരു പിടി പിടിക്കും, എങ്കിലേ സമാധാനമാവുള്ളൂ, ഉറക്കം സുഖമുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ കഴിഞ്ഞു. ഒരു ചെറിയൊരു ഡിന്നറായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് സെറ്റ് ദോശയാണെങ്കിലും ശരി. ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പേടി വന്നത്. കാരണം കുറുമയും ചട്നിക്ക് ഈ നാളികേരം കൊണ്ട് ഉണ്ടാക്കുന്ന കാരണം അത് ഇനി കേടായിട്ടുണ്ടാവും എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അതൊരു സേഫ് സൈഡിന് വേണ്ടിയിട്ടാണ് ഞാൻ കേർഡ് റൈസും കൂടിയും പറഞ്ഞത്. അപ്പോൾ പക്ഷെ കുഴപ്പമില്ല, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെറ്റ് ദോശയുടെ ചട്നി, പിന്നെ പിക്കിൾ, ഓ മൈ ഗോഡ്, അത് അടിപൊളിയായിരുന്നു. ആ ഹോട്ടലിന്റെ പേര് ഏതാണെന്ന് ഞാൻ പറയാം. ഹോട്ടൽ ജനത ഡിലക്സ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്, അടിപൊളിയായിരുന്നു. സോ ഇൻ കേസ് ഇഫ് യു ആർ കമ്മിങ് ടു മാംഗ്ലൂർ, പ്ലീസ് ഡു ട്രൈ ദാറ്റ്. നല്ലൊരു ഫുഡാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ കിടന്നുറങ്ങാനാണ് പോണത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. നല്ല പുറവേനയുണ്ട്, അനങ്ങാൻ പറ്റാത്ത പുറവേന. പിന്നെ നാളെ ആണെങ്കിൽ ഹെക്ടിക് ഷെഡ്യൂൾസ് ആണ്, ഒരുപാട് മീറ്റിങ്സ് ഉണ്ട്, പിന്നെ കോളുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഉറങ്ങിക്കഴിഞ്ഞ് കാലത്ത് എനിക്ക് ഇനി ഡ്രസ്സ് തേക്കണം. ഡ്രസ്സ് ഞാനിപ്പോൾ തേക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അയൺ ബോക്സ് ഉള്ളത് നന്ദയുടെ റൂമിലെ പുള്ളിക്കാരി ഉറങ്ങുകയും ചെയ്തു, ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി കാലത്ത് നേരത്തെ എണീക്കണം. നാളെ കുറച്ച് പ്ലാൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒരു അമ്പലത്തിൽ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ ആ അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ആയിരുന്നു, ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കാലത്ത് എൻ്റെ ഇപ്പോൾ ഭയങ്കര തൊണ്ട നല്ല വേദന ഉണ്ടായിരുന്നു, സൗണ്ടൊക്കെ ഒരു ജലദോഷം പോലെയായിരുന്നു. ഇപ്പം നോർമലായി. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഗോയിങ് ഫോർവേഡ് ശരിയായിക്കോളും. ആദ്യത്തെ വീഡിയോ അല്ലേ, ശരിയാവും. അപ്പം ഇനി അധികം സംസാരമില്ല. ഗുഡ് നൈറ്റ്.